السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على من أفضل رسول الله وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു കൊച്ചു ഭാഷണം അല്ലാഹു തആല ഈ അറിവ് നുകരാൻ നിൽക്കുന്നതായ ഈ ഒരു സമയം സ്വാലിഹായ സൽക്രമമായി കൊണ്ട് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്തേക്കുള്ള വലിയൊരു മുതൽകൂട്ടായിക്കൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ സകലമാന തെറ്റുകളും എല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് മാപ്പാക്കി തന്നിട്ട് നല്ലപോലെ ഈമാനോട് കൂടി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഞാനിന്ന് നിങ്ങളുമായി സംബന്ധിക്കാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്തിഗ്ഫാർ എന്നതായ മഹത്തായ വിഷയത്തെക്കുറിച്ചാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ബഹുമാനിച്ചതായ മനുഷ്യവർഗം, ഈ മനുഷ്യ സമൂഹത്തിന് അല്ലാഹു തആല ഏറ്റവും വലിയ അനുഗ്രഹമായി കൊണ്ട് ചെയ്ത ഒന്നാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റുകൾക്ക് പൊരുത്തപ്പെട്ടു തരാൻ അള്ളാഹുവിലേക്ക് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ അപേക്ഷകൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ സകലമായ തെറ്റുകളും റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തരും. എന്നാൽ ഇസ്തിഗ്ഫാർ കൊണ്ട് ഈ ഒരു തെറ്റ് പൊറുപ്പിക്കൽ മാത്രമല്ല ഉദ്ദേശമുള്ളത്. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ തെറ്റുകൾ പൊറുക്കും. എന്നാൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഗ്ഫാർ മനുഷ്യൻ പതിവാക്കി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ ഉടനീളം അങ്ങ് ഇസ്തിഗ്ഫാർ കൊണ്ടു നടന്നാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തി തരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഒരാൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുകയാണെങ്കിൽ ഇസ്തിഗ്ഫാർ എന്നുള്ളതായ അസ്തഗ്ഫിറുല്ലാഹ് എന്നതായ വചനമുണ്ടല്ലോ, അത് റബ്ബിലേക്ക് നിരന്തരമായി കൊണ്ട് ഇങ്ങനെ ചൊല്ലി നടക്കുകയാണെങ്കിൽ അവന്റെ ഒഴിവ് സമയത്തും അവന്റെ എല്ലാ ജോലി സമയത്തും അവനിക്ക് എന്ത് പണിയുണ്ടെങ്കിലും ഇസ്തിഗ്ഫാർ അങ്ങനെ അധികരിപ്പിച്ചാൽ മഹാനായ റസൂൽ കരീം തങ്ങൾ പറയുകയാണ്, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ, അവന്റെ എല്ലാ പ്രയാസത്തിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു തആല അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ളതായ ഒരു തുറപടി കാണിച്ചു കൊടുക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, മാത്രമല്ല എന്ത് പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ അല്ലാഹു തആല തീർത്തു തരും. അതിൽ നിന്ന് പുറത്തു പോരാനുള്ളതായ ഒരു വഴി റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്നതാണ്. എന്നിട്ട് മഹാനായ തങ്ങൾ പറയുന്നുണ്ട്, വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ, അവന്റെ എല്ലാ മനപ്രയാസത്തിൽ നിന്നും അവന്റെ എല്ലാ ടെൻഷനിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് മനസ്സമാധാനം കൊടുക്കുന്നതാണ്. അവന്റെ ടെൻഷനുകളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ടെൻഷനുകൾ വരുന്നത് കൊണ്ടാണ്. എന്താണ് ഈ ടെൻഷനുകൾ വരാൻ കാരണം? നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ സാമ്പത്തികമായി കൊണ്ട് വലിയതായ പ്രശ്നങ്ങൾ നേരിടുന്നവരാകാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂമായി കൊണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരുമായി കൊണ്ട്, അങ്ങനെ പലവിധ കാരണങ്ങളായിക്കൊണ്ട്
ഒരുപാട് ടെൻഷനുകൾ അനുഭവിക്കുന്ന മനുഷ്യരാണ് ഞാനും നിങ്ങളും. എന്നാൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ടെൻഷനുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ വ്യക്തമാക്കി തരുമ്പോൾ തീർന്നിട്ടില്ല കേട്ടോ, തീർന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുന്നു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഇനിയും നേട്ടമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല അവനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അവനിക്ക് ഖൈറായ കാര്യങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്നതാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് മരണമല്ലാത്ത മറ്റുള്ളതായ എല്ലാ കാര്യത്തിനും മറുപടിയുണ്ട്. എല്ലാ കാര്യത്തിൽ നിന്നും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ്. കേവലം ഒരു തെറ്റ് ചെയ്താൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നതായ പ്രവൃത്തി ഒഴിച്ച് നിരന്തരമായി കൊണ്ട് ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യൻ ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് വേണ്ടി അല്ലാഹു തആല കൊടുക്കുന്ന നേട്ടങ്ങളാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഇസ്തിഗ്ഫാറിന്റെ നേട്ടം എന്തൊക്കെയാണ്? എന്ത് പണിയിലാണെങ്കിലും, വീട്ടുജോലിയിലാണെങ്കിലും, എന്ത് വലിയ പണിയിലാണെങ്കിലും നമ്മുടെ ചുണ്ടങ്ങനെ അനങ്ങട്ടെ, നമ്മുടെ നാവങ്ങനെ അനങ്ങട്ടെ, ഇസ്തിഗ്ഫാർ ഇങ്ങനെ നാവിലൂടെ ഉരുവിടട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാർ ഇങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം. ഒരു ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ടതായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്. ബഹുമാനപ്പെട്ടവർ ഒരു യാത്ര ചെയ്യുകയാണ്. ആ യാത്രക്കിടെ ബഹുമാനപ്പെട്ടവർ ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. പള്ളിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെ അങ്ങ് വിശ്രമിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ ആ പള്ളി പരിപാലിക്കുന്ന മനുഷ്യരങ്ങ് ഒന്ന് പറയുകയാണ്, ഈ പള്ളി അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ള പള്ളിയാണ്. ഇത് അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ള പള്ളിയാണ്. ഇത് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ആ പള്ളിയിൽ നിന്ന് പുറത്തിറക്കുകയാണ്. അവർക്കാർക്കും അറിയില്ല ഈ വന്നത് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആണെന്ന്. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ പെട്ടവരാണെന്ന് ആ നാട്ടിലുള്ള ആളുകൾക്കറിയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ സ്ഥാനം പിടിച്ചതായ വ്യക്തിത്വമാണെന്നും ആ നാട്ടുകാർക്കറിയില്ല കേട്ടോ. ഈ ബഹുമാനപ്പെട്ടതായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വളരെ നിഷ്കളങ്കനായിക്കൊണ്ട് പള്ളിയിൽ നിന്നിങ്ങനെ പുറത്തിറങ്ങുകയാണ്. ആ മനുഷ്യന് പറഞ്ഞതുകൊണ്ട് പള്ളിയിൽ നിന്നിങ്ങനെ പുറത്തിറങ്ങുന്നു. ഈ രംഗമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കച്ചവടക്കാരൻ പള്ളിയുടെ അടുത്തുണ്ട്. ഒരു റൊട്ടിക്കച്ചവടക്കാരൻ. അദ്ദേഹം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടതായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് കാര്യം തിരക്കുന്നു. അദ്ദേഹത്തിനും അറിയില്ല വന്നതായ മനുഷ്യൻ ഹംബലി ഇമാമാണെന്ന് അവർക്കാർക്കും അറിയില്ല. എന്നിരുന്നാലും ഈ മനുഷ്യന്റെ ദയനീയ അവസ്ഥ കണ്ടുകൊണ്ട് ഒരു വിശ്രമത്തിനുള്ളതായ സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയും ആ കച്ചവടക്കാരൻ തന്റെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ടതായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോകുന്നു. എന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ടല്ലോ ആ വീട്ടിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമിന് വേണ്ടതായ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ഭക്ഷണങ്ങൾ വിളമ്പിക്കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഭക്ഷണങ്ങൾ അങ്ങനെ വിളമ്പിക്കൊടുക്കുന്നുണ്ട്. വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ മനുഷ്യരിങ്ങനെ ഓരോ ചലനങ്ങളിലും ഓരോ പ്രവൃത്തികളിലും ഈ വീട്ടുകാരനുണ്ടല്ലോ, ഈ കച്ചവടക്കാരനുണ്ടല്ലോ, ആ മനുഷ്യരെ അങ്ങനെ ഉരുവിടുന്നുണ്ട്. ഇസ്തിഗ്ഫാർ അങ്ങനെ ഉരുവിടുകയാണ്. എല്ലാ സമയത്തും അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ടതായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ലയോ മനുഷ്യ, എന്തിനാണ് ഇസ്തിഗ്ഫാർ ഇങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്?
അത്രമാത്രം വലിയ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന്, എന്തിനാണ് ഇസ്തിഗ്ഫാർ ഇങ്ങനെ അധികരിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്ന മറുപടി ഉണ്ടാകും, അല്ലയോ അല്ലയോ, ഒരുപാട് വർഷമായി കൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മനുഷ്യനാണ് ഞാൻ. റബ്ബിലേക്ക് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലി, റബ്ബിലേക്ക് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ. എല്ലാ സമയത്തും, കച്ചവട സമയത്തും, വീട്ടിലിരിക്കുന്ന സമയത്തും അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മനുഷ്യനാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുന്ന മനുഷ്യനാണ് ഞാൻ. ഈ ചൊല്ലിയതിന്റെ കാരണമായി കൊണ്ട് റബ്ബിലേക്ക് ഞാൻ എന്ത് ചോദിച്ചാലും റബ്ബ് എനിക്ക് നടപ്പാക്കി തരുന്നുണ്ട്. എല്ലാം റബ്ബ് എനിക്ക് നടപ്പാക്കി തരുന്നുണ്ട്. ഹജ്ജിന് പോകാൻ ഞാൻ റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട്. ആ കാര്യവും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ റാഹത്തോടുകൂടെ എനിക്ക് നടപ്പാക്കി തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതായ എൻ്റെ ജീവിതത്തിന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം റബ്ബിലേക്ക് ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് അങ്ങ് ദുആയിരിക്കുമ്പോ റബ്ബ് എനിക്ക് പൊരുത്തപ്പെട്ട് തരുന്നുണ്ട്, റബ്ബ് എനിക്ക് നടപ്പാക്കി തരുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഒരുപാട് വർഷമായി റബ്ബിലേക്ക് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ റഹ്മാനായ തമ്പുരാനേ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ റഹ്മാനേ, അവരെ ഒന്ന് നേരിൽ കാണിച്ചു തരണേ അല്ലാഹ്. വലിയ പണ്ഡിതനാണല്ലോ അല്ലാഹ്, നീ ഇഷ്ടപ്പെട്ടതായ അടിമകളിൽ പെട്ട മനുഷ്യനാണല്ലോ റബ്ബേ. ഒന്ന് ദുആയിരിപ്പിക്കാനാണ് റബ്ബേ, അദ്ദേഹത്തെ കണ്ടുകൊണ്ടൊന്ന് ദുആയിരിപ്പിക്കാനാണെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ടതായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് അങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിക്കൊണ്ട് ഒരുപാട് വർഷമായി ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിക്കൊണ്ട് അതിനുള്ള ഉത്തരം മാത്രം എൻ്റെ സൃഷ്ടാവ്, എൻ്റെ ജഗതീയന്താവായ നേതാവ് എനിക്ക് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കണം, ആ വീട്ടിലേക്ക് സൽക്കാരമായി കൊണ്ട് വിരുന്നുകാരനെ പോലെ വിശ്രമിക്കാൻ വേണ്ടി വന്ന മനുഷ്യനാരാണ്? അതാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ അതാ മനുഷ്യന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, ഇത്ര കാലം നിങ്ങൾ റബ്ബിനോട് ചോദിച്ചതായ അഹ്മദ് ഇബ്നു ഹംബലില്ലേ, അത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് അങ്ങ് എടുത്തു വെക്കുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കണം, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളിലും എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കണോ എല്ലാം ഇസ്തിഗ്ഫാർ കൊണ്ട് സാധ്യമാകും. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്റാണത്, അല്ലാഹുമായി കൊണ്ട് ഏറ്റവും അടുക്കാനുള്ള ദിക്റാണത്. സ്വർഗത്തിലേക്ക് കടത്താൻ ഏറ്റവും പ്രയോജനമായ ദിക്റാണ് ഇസ്തിഗ്ഫാർ. അതല്ലേ ലോകത്തിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും പറഞ്ഞത്, വല്ലാഹി ഇന്നി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി 100 മർറ. ദിവസവും റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ഒന്നല്ല രണ്ടല്ല കേട്ടോ, ഒരു തമാശക്ക് പോലും കളവ് പറയാത്ത സ്വാദിഖുൽ മസ്ദൂഖായ ജനങ്ങളുടെ മുമ്പിലെല്ലാം നല്ലതായ സൗമ്യത്തോട് കൂടെ സംസാരിച്ച, ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ലാത്ത, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത റസൂലുൽ കരീം തങ്ങൾ പറയുന്നു, ഒരു ദിവസം റബ്ബിലേക്ക് ഞാൻ 100 ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. 100-ൽ പരം ഇസ്തിഗ്ഫാർ റബ്ബിലേക്ക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഞാനെന്ന് സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂല് പോലും നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം എന്നതല്ലേ. ഇസ്തിഗ്ഫാർ എങ്ങനെ അധികരിപ്പിക്കണം? ഒരു തെറ്റ് ചെയ്താൽ മാത്രമുള്ളതല്ല ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. അതിങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. റബ്ബിലേക്ക് നമ്മൾ എപ്പോഴും അടുത്തുകൊണ്ടിരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സകലമായ പ്രവർത്തനങ്ങളും നല്ല സ്വാലിഹായ അമലായി കൊണ്ട് സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ സകലമായ തെറ്റുകളും ചെറുതും വലുതുമായിട്ട്, രഹസ്യവും പരസ്യവുമായിട്ട്, അറിഞ്ഞും അറിയാതെയുമായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപികളാണ് നമ്മളെല്ലാവരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളും പൊരുത്തപ്പെട്ട് തരട്ടെ.
നൽകട്ടെ. റഹ്മാനായ റബ്ബേ, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്തതായ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കണേ അല്ലാഹ്. ഈ കേട്ടതായ ഈ അറിവിൻ്റെ ഈ ഒരു ഭാഷണം ഞങ്ങൾ സ്വീകരിക്കണേ റബ്ബേ. നാളെ മുത്ത് റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ചാരത്തിരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നതായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ കൊച്ചു ഭാഷണം ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.